ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ദേശീയപാത വികസനത്തിനായി 1,00,000 കോടി രൂപയുടെ 112 ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുഗ്രാമിൽ നിർവഹിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയപാത 66 അടുത്ത വർഷത്തോടെ പൂർത്തിയാകുമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുന്നതിന് തിരുവനന്തപുരത്ത് 10 കോളേജുകളിൽ AI ലാബുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. വന്യജീവി ആക്രമണം തടയുന്നതിനും ജനജീവിതം സംരക്ഷിക്കുന്നതിനും സംസ്ഥാന സർക്കാർ മുൻഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡു ഈ മാസം 15-ന് വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു മൊറീഷ്യസിലെത്തി. നാളെ നടക്കുന്ന മൊറീഷ്യസ് ദേശീയ ദിനാഘോഷത്തിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. പോർട്ട് ലൂയിസിലെത്തിയ രാഷ്ട്രപതിയെ മൊറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നാഥ് ഉൾപ്പെടെയുള്ള പ്രമുഖർ സ്വീകരിച്ചു. രാജ്യത്ത് ദ്രുതഗതിയിൽ നടന്നുവരുന്ന അടിസ്ഥാന സൌകര്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ 1,00,000 കോടി രൂപയുടെ 112 ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ദ്വാരക എക്സ്പ്രസ് വേയുടെ ഹരിയാന ഭാഗം, ലക്നൌ റിംഗ് റോഡിന്റെ 3 പാക്കേജുകൾ, ആന്ധ്രാപ്രദേശിലെ NH-16 ആനന്ദപുരം പെൻഡുർത്തി അനകപ്പള്ളി സെക്ഷൻ, ഹിമാചൽ പ്രദേശിലെ NH-21 കിരാത്പൂർ മുതൽ നർച്ചൌക്ക് വരെയുള്ള ഭാഗം എന്നിവയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പ്രധാന പദ്ധതികൾ. അരനൂറ്റാണ്ടിലേറെയായുള്ള മലബാറുകാരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് തലശ്ശേരി മാഹി സ്വപ്നപാത നാടിന് സമർപ്പിച്ചു. ചടങ്ങിൽ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്, സ്പീക്കർ A.N. ഷംസീർ എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയപാത 66 അടുത്ത വർഷത്തോടെ പൂർത്തിയാകുമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തലശ്ശേരി മോഹാടത്ത് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വികസന പ്രവർത്തനത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് മന്ത്രി പറഞ്ഞു. പൌരത്വ ഭേദഗതി നിയമത്തിലെ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കി. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ 6 ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്നതിനുള്ള നടപടികളാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പൌരത്വത്തിനുള്ള അപേക്ഷകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചു തുടങ്ങും. ഇതിനായി പ്രത്യേക പോർട്ടൽ സജ്ജമാക്കും. 2019 ഡിസംബറിലാണ് പൌരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത്. നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുന്നതിന് തിരുവനന്തപുരത്തെ 10 കോളേജുകളിൽ AI ലാബുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ നിർമ്മിത ബുദ്ധി ആവാസ വ്യവസ്ഥ ത്വരിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സർക്കാർ സ്വകാര്യ മേഖലയിലെ കോളേജുകളിലായിരിക്കുമെന്നും പുതിയ AI ലാബുകൾ വരുന്നത്. Application development initiative, skilling, financing of AI startups, and the regulation of AI. So AI compute capacity is going to be creating AI data centers and AI compute of 10,000 GPUs and a provision to have this as a service for all startups around the country who are lacking today AI compute. We will be developing our own Indian foundational models. The world is talking about ChatGPT, OpenAI, and based on our own languages and our own India data sets. ഇലക്ട്രൽ ബോണ്ടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ നാളെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാൻ SBIക്ക് സുപ്രീം കോടതി നിർദ്ദേശം. ബാങ്ക് ഔദ്യോഗിക വെബ്സൈറ്റിൽ പങ്കിടുന്ന വിശദാംശങ്ങൾ വെള്ളിയാഴ്ച 5 മണിക്കകം പ്രസിദ്ധീകരിക്കാനും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നേരിടാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ നബാർഡ് ധനസഹായത്തോടെ നടത്തിയ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണം തടയുന്നതിനും ജനജീവിതം സംരക്ഷിക്കുന്നതിനും സംസ്ഥാന സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡു ഈ മാസം 15-ന് വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും. ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീട്ടിലും
പെൻഷൻ എത്തിക്കും. ഏപ്രിൽ മുതൽ അതാതു മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കി വരികയാണ്. കേരള സർവകലാശാല യുവജനോത്സവം നിർത്തിവച്ചു. യുവജനോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇന്ന് രാവിലെ നടത്താനിരുന്ന മാർഗംകളി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കാരണം നടത്താനായില്ല. ഇനി മത്സരങ്ങളും ഫലപ്രഖ്യാപനവും പാടില്ലെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സർവകലാശാല രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് മംഗലാപുരം വരെ നീട്ടിയതായി ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ട്രെയിനിന്റെ മംഗലാപുരം സെൻട്രലിൽ നിന്നുള്ള സർവീസ് നാളെ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്യും. അടുത്ത അധ്യയന വർഷത്തെ സ്കൂൾ പാഠപുസ്തകത്തിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി വി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മീനമാസ പൂജകൾ, പൈങ്കിനി ഉത്രം മഹോത്സവം എന്നിവയ്ക്കായി ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകുന്നേരം തുറക്കും. ഈ മാസം 16-ന് കൊടിയേറ്റും 25-ന് പമ്പയിൽ ആറാട്ടും നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മീനമാസ പൂജകൾക്കും പൈങ്കുനി ഉത്ര മഹോത്സവത്തിനുമായി ശബരിമല ശ്രീ ധർമ്മശാസ്ത ക്ഷേത്രനട മറ്റന്നാൾ വൈകുന്നേരം 5-ന് തുറക്കും. നട തുറക്കുന്ന ദിവസം പ്രത്യേക പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. മറ്റന്നാൾ നട തുറന്നാൽ തുടർച്ചയായി 13 ദിവസം നട തുറന്നിരിക്കും. ഈ വർഷത്തെ പൈങ്കുനി ഉത്രം മഹോത്സവത്തിന് 16-നു രാവിലെ 8-നും 9-നും മധ്യേയുള്ള മുഹൂർത്തത്തിൽ കൊടിയേറ്റു നടക്കും. ഉത്സവ ദിവസങ്ങളിൽ ഉത്സവ ബലി ദർശനവും ആനപ്പുറത്ത് എഴുന്നള്ളിപ്പും ഉണ്ടാകും. ദൂരദർശൻ തിരുവനന്തപുരം കേന്ദ്രം റീജിയണൽ ന്യൂസ് യൂണിറ്റ് വിവിധ തസ്തികകളിൽ വാർഷിക കരാർ വ്യവസ്ഥയിൽ അപേക്ഷകൾ ക്ഷണിക്കുന്നു. സീനിയർ കറസ്പോണ്ടന്റ്, ആങ്കർ കം കറസ്പോണ്ടന്റ്, ഗ്രേഡ് 2, ഗ്രേഡ് 3, ബുള്ളറ്റിൻ എഡിറ്റർ, കോപ്പി എഡിറ്റർ, അസൈൻമെന്റ് കോർഡിനേറ്റർ, ന്യൂസ് പ്രൊഡക്ഷനിലേക്കുള്ള ബ്രോഡ്കാസ്റ്റ് എക്സിക്യൂട്ടീവ്, വീഡിയോഗ്രാഫർ തുടങ്ങി വിവിധ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. വിശദ വിവരങ്ങൾക്ക് prasarbharati.gov.in/pb vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി മാർച്ച് 22. ആപ്ലിക്കേഷൻസ് prasarbharati.org എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സിനെ നേരിടും. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ദേശീയപാത വികസനത്തിനായി 1 ലക്ഷം കോടി രൂപയുടെ 112 ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുഗ്രാമിൽ നിർവഹിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദേശീയപാത 66 അടുത്ത വർഷത്തോടെ പൂർത്തിയാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുന്നതിന് തിരുവനന്തപുരത്ത് 10 കോളേജുകളിൽ AI ലാബുകൾ സ്ഥാപിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. വന്യജീവി ആക്രമണം തടയുന്നതിനും ജനജീവിതം സംരക്ഷിക്കുന്നതിനും സംസ്ഥാന സർക്കാർ മുൻഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ 1 ഗഡു ഈ മാസം 15-ന് വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് UP വാരിയേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.